എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വെളുപ്പിന് 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെ എണീറ്റത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. എണീറ്റ ഉടനെ ഞാനൊരു ചായ ഇട്ട് ഷിനാജ് പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാവിലെ കഴിക്കാൻ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് കുറച്ചധികം പണികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കൊരു കല്യാണത്തിനും പോകണം. ഇതാണ് മുറ്റത്തിൻ്റെ കോലം. ഉമ്മ ഇല്ലല്ലോ ഇവിടെ. ഷിനാജിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഇവിടെ ഒറ്റക്ക് നിൽക്കേണ്ടതുകൊണ്ട്. അപ്പോൾ അതാണ് മുറ്റത്തിൻ്റെയൊക്കെ കോലം ഇങ്ങനെ. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഓരോരോ പണികൾ ചെയ്യാമെന്ന് ഓർത്ത് ഷിനാജ് പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ കട്ടനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. നമുക്കിവിടെ പൈപ്പിൻ്റെ സൗകര്യമൊന്നും ഇല്ലല്ലോ. ആവശ്യമുള്ള കുടിക്കാനുള്ള വെള്ളവും അല്ലാതെയൊക്കെ നമ്മളിങ്ങനെ അടിച്ച് വെക്കും. അപ്പോൾ ബക്കറ്റിലൊക്കെ നോക്കിയാൽ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. 4-5 ദിവസം ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. ഷിനാജിനാണെങ്കിൽ മുടി വെട്ടാൻ പോകണം. അതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് നീ മുറ്റം അടിക്കാൻ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. കാരണം നമുക്ക് സ്വിച്ച് ഇടാൻ ഒരാൾ വേണം, വെള്ളം പിടിക്കാൻ ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ബക്കറ്റൊക്കെ ഒന്ന് തേച്ച് കഴുകാൻ ഓർത്തു. നമ്മുടെ അടുക്കള പുറത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ട്. എല്ലായിടത്തും ഇവിടെ നോക്കിയാലും പൊടിയായിരിക്കും. അത് ഈ കാറ്റടിക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലും. വേഗം തന്നെ സോപ്പൊക്കെ ഇട്ട് ഞാൻ ബക്കറ്റ് രണ്ടും തേച്ച് കഴുകിയിട്ടാണ് പിന്നെ വെള്ളം അടിച്ച് ഷിനാജ് അങ്ങനെ മുടി വെട്ടാൻ പോയി. എന്നിട്ടാണ് ഞാൻ പിന്നെ അതേ മുറ്റമായിട്ടുള്ള യുദ്ധത്തിന് നിന്നത്. വേഗം തന്നെ മുറ്റം തൂത്ത് നിന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ 11:30 കല്യാണത്തിന് പോകണ്ടേ. പിന്നെ വേഗം തന്നെ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഏകദേശം 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ അയ്യോ എന്തൊരു എളുപ്പം, പെട്ടെന്ന് മുറ്റടിച്ച് തീർത്ത്. പക്ഷേ കുറച്ചധികം സമയം എടുത്തോട്ടെ ഈ ഒരു ഭാഗവും ഫ്രണ്ടൊക്കെ അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്.